നമ്മുടെ ശ്വസന സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങളും അവ കാണിക്കുന്ന ചില അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങളും അവയെ തിരിച്ചറിഞ്ഞിട്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയെക്കുറിച്ചാണ്. ഈ ചുമ ഇതൊരു സാധാരണ ചുമയാണോ അല്ലെങ്കിൽ അപകടകരമാണോ, ഇതെങ്ങനെ തിരിച്ചറിയാം? പലരും ഈ ചുമയെ ഒരു ചെറിയ പ്രശ്നമായി കാണും, എന്നിട്ട് കുറേ അങ്ങനെ കാത്തിരിക്കും, അവഗണിക്കും, എന്നിട്ട് കുറേ ചെറിയ മരുന്നുകളൊക്കെ സ്വയം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പലരും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന കാണാം. പല ചുമക്കും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ചില ചുമകൾ അപകടകരമായ ഒരുപാട് രോഗങ്ങളുടെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാധാരണ ചുമ എങ്ങനെയാണ്, അപകടകരമായ ചുമ നൽകുന്ന അപകടകരമായിട്ടുള്ള സൂചനകൾ നൽകുന്ന ചുമ എന്തൊക്കെ ലക്ഷണങ്ങളെ കാണിക്കുക, കാത്തിരിപ്പ് അപകടമാകുന്നത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്താണ് ചുമ? നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണ പ്രതികരണമാണ് ഈ ചുമ എന്ന് പറഞ്ഞാൽ. ശ്വാസനാളത്തിലുള്ള കഫം, പൊടി, ചില ഇറിറ്റൻസുകൾ, അസ്വസ്ഥതകൾ എന്നിവയെ പുറത്താക്കാനാണ് ഈ ചുമ സംഭവിക്കുന്നത്. കോമൺ ആയിട്ട് പലപ്പോഴും ഈ ചുമ സംഭവിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? സാധാരണ ജലദോഷപ്പനി, വൈറസ് അണുബാധ, ചെറിയ ചെറിയ തൊണ്ടയിലുണ്ടാവുന്ന ചൊറിച്ചലുകൾ, ഇത്തരം ചുമകൾ സാധാരണ 3-5 ദിവസത്തിനുള്ളിൽ കുറഞ്ഞു പോകും. ഈ സാധാരണ രീതിയിൽ സുഖപ്പെട്ടു പോവാത്ത ചുമകൾ പലപ്പോഴും ചില അപകട സൂചനകളാണ് നൽകുന്നത്. അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ചുമ 3 ദിവസത്തിലകം നീണ്ടു നിൽക്കുകയാണ്. ദിവസം കഴിയുന്തോറും ചുമ ഇങ്ങനെ വഷളായി വരികയാണ്. ഉറക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചുമമാണ്. ചുമയോടൊപ്പം ശക്തമായിട്ടുള്ള ക്ഷീണം, ശ്വാസം മുട്ടൽ എന്നിവ അനുഭവപ്പെടുന്ന സാഹചര്യം. അപ്പം നമുക്ക് ചുമയുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഈ ലക്ഷണങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉടൻ പോയി ഡോക്ടറെ കാണണം. ഒന്ന്, കഫത്തിൽ രക്തമുണ്ട്, നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്, പനി, ശക്തമായിട്ടുള്ള പനി, വിശ്രമത്തിലിരിക്കുമ്പോഴും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, ഭാരം കുറഞ്ഞു വരിക, രാത്രി വിയർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ചെന്ന് കാണണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കാരണം ഇവ സൂചിപ്പിക്കുന്ന ചില രോഗങ്ങളുണ്ട്. ഒന്ന്, ന്യൂമോണിയ, ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ്, ഗുരുതരമായ ആസ്ത്മ, COPD, വഷളായി പോവുക തുടങ്ങിയ രോഗങ്ങൾ കൊണ്ടാവാനാണ് സാധ്യത. ചുമയെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുമ അലർജി മൂലം മാത്രമാണ് വരുന്നത്. ചുമ സ്വയം മാറിപ്പോകും, എന്തെങ്കിലും കഫ് സിറപ്പ് കുഴച്ചാൽ മാറും. തീർച്ചയായിട്ടും നമ്മൾ ചുമയെ അവഗണിക്കരുത്. പലപ്പോഴും ചിലപ്പോഴെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരം ചുമകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മോഡ്യൂൾ 2-ലെ ലെസൺ 2-ലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആസ്ത്മ അലർജി മാത്രമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയം. ആസ്ത്മയെക്കുറിച്ച് പലരും പറയുന്നത് എന്താ? ഡോക്ടറെ, ഇത് ചെറിയൊരു അലർജിയാണ്, പിന്നെ കുറച്ചൊരു വീസിങ്, ശ്വാസം മുട്ടലുണ്ട്. ആസ്ത്മ എന്നാൽ എന്താണ്? നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലെ ഒരു ട്രാഫിക് ജാം പോലെയാണ് ഈ ആസ്മ എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ശ്വാസകോശത്തിലൂടെ വായു വളരെ സ്വതന്ത്രമായി പോകണം. പെട്ടെന്ന് ഇതിൻ്റെ വഴി ഒന്ന് ഇടുങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ സ്വതന്ത്രമായുള്ള യാത്രക്ക് മുമ്പിൽ അതൊരു വലിയ തടസ്സമായി നിൽക്കും. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ആസ്തമ? വീസിങ് എന്ന ശബ്ദം, വലിവ് എന്ന ശബ്ദം എന്തുകൊണ്ട് അപകട സൂചനയാണ്? എപ്പോഴാണ് ആസ്തമ അപകടകരമാക്കുന്നത്? എന്താണ് ആസ്തമ? ആസ്തമ എന്ന് പറഞ്ഞാൽ ഒരു ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ശ്വാസനാള രോഗം. ശ്വാസനാളം ഒരു റബ്ബർ പൈപ്പ് എന്ന് കരുതുക. ആസ്മയിൽ പൈപ്പ് ഇങ്ങനെ വീങ്ങി വരും, ചുറ്റുമുള്ള പേശികൾ മുറുകും, കട്ടിയുള്ള കഫം അതിനുള്ളിൽ അടഞ്ഞു കിടക്കും, അതിൻ്റെ വഴി അടച്ചു കളയും.
അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? വായു അതിലൂടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് യാത്ര ചെയ്യുക. ആസ്തമയിൽ കാണുന്ന സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വീസിങ്, നല്ല ശബ്ദത്തോടു കൂടിയുള്ള ശ്വാസം വിടൽ, നെഞ്ച് മുറുകുന്നൊരു സാഹചര്യം, ശ്വാസം മുട്ടൽ, രാത്രി കാലങ്ങളിലെ ചുമ. ആസ്മക്ക് രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഷോ പോലെയാണ്. പകൽ ശാന്തമാണ്, രാത്രി ഒരു അടിയന്തരാവസ്ഥ പോലെയാണ്. ആസ്തമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഉണ്ടാവണമെങ്കിൽ ചില ട്രിഗറുകൾ ഉണ്ടാവണം. ഒരു ഫയർ അലാറം പോലെയാണത്. ചെറിയ കാര്യമാണ്, പക്ഷേ ആ ചെറിയ കാര്യത്തിനുള്ള പ്രതികരണം വളരെ ശക്തമാണ്. ചിലപ്പോൾ ജസ്റ്റ് ഒരു പൊടി ശ്വസിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് ശ്വാസം മുട്ടലും കൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. സാധാരണക്കാരന് ആസ്തമയുടെ ട്രിഗറുകൾ എന്തൊക്കെയാണ്? പൊടി, പുക, തണുത്ത കാറ്റ്, ചില ശ്വാസകോശത്തിലെ അണുബാധകൾ, ചിലപ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾ മൂലവും ആസ്തമ ട്രിഗർ ചെയ്യാം. ആസ്തമ എപ്പോഴാണ് അപകടകരമാവുന്നത്? ഈ വീസിങ് അല്ലെങ്കിൽ ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഈ ശ്വാസം എടുക്കൽ നിലക്കാതെ എങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, വിശ്രമത്തിലിരിക്കുമ്പോൾ പോലും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക. പിന്നെ ഒരു സംസാരിച്ചൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ വാക്കും അങ്ങോട്ട് മുഴുവിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ചിലപ്പോൾ ചുണ്ടുകൾ നീല നിറാവുമ്പം, ഇൻഹേലർ സഹായിക്കാതിരിക്കുമ്പം, തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ ഇത് അപകടകരമായ ഒരു സൂചനയാണ് നൽകുന്നത്. ആസ്തമയെക്കുറിച്ച് കുറേ മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇത് കുട്ടികളിൽ മാത്രമാണ് കാണുന്നതെന്ന് പറയാറുണ്ട് ചിലർ. തീർച്ചയായിട്ടും കുട്ടികളിലും മാത്രമല്ല. ഇൻഹേലർ ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുമെന്നൊരു സംശയമുണ്ട്. ഒരിക്കലുമില്ല. ഇനിയിപ്പോൾ ചില ആസ്മകൾക്ക് വീസിങ് ഇല്ല, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കും. അല്ല, വീസിങ് ഇല്ലാതെയും ആസ്മ വരാം. ചിലപ്പം ആസ്മ ഒരു നിശബ്ദമായ കൊലയാളിയായിട്ട് മാറാം. മോഡ്യൂൾ 2 ലെസൺ 3 എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ന്യൂമോണിയയെക്കുറിച്ചാണ്. ചെറിയ അണുബാധ വലിയ അപകടമാവുന്നത് എപ്പോഴാണ്? ഡോക്ടറെ ഒരു ചെറിയ ജലദോഷമായിട്ട് തുടങ്ങിയതാണ്, പിന്നെ അത് വളരെ ശക്തമായിട്ടുള്ള ചുമയായി, ചുമയോടൊപ്പം പിന്നെ അത് പനിയായി, ഇപ്പോഴിതാ ശ്വാസം മുട്ടുന്നു. ന്യൂമോണിയ എന്നാൽ കാറ്റ് നിറഞ്ഞ ബലൂണിൽ വെള്ളം കയറുന്നത് പോലെയാണ്. ശ്വാസകോശം എന്തിനു വേണ്ടിയാണ്? വായുവിന് വേണ്ടിയുള്ളതാണ്. അത് അണുബാധക്കോ വെള്ളത്തിനോ വേണ്ടിയല്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ന്യൂമോണിയ എന്നതിനെക്കുറിച്ചും ന്യൂമോണിയ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട് അപകടകരമാണ് എന്നതിനെക്കുറിച്ചും, വീട്ടിൽ തന്നെ രോഗവും വെച്ച് കാത്തിരിക്കുന്നത് എപ്പോഴാണ് അപകടകരമായി പോകുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചത്. ന്യൂമോണിയ എന്നാൽ നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന അണുബാധയാണ്. നമുക്ക് സാധാരണയായിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ വായുവിൻ്റെ അറകൾ, ആൽവിയോലി, ഇത് നിറയെ കാറ്റാണ് നിറഞ്ഞു നിൽക്കുക. എന്നാൽ ന്യൂമോണിയയിൽ എന്താ ചെയ്യുക? അതിൽ വെള്ളം അല്ലെങ്കിൽ ചലം നിറഞ്ഞു നിൽക്കും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് കുറയും. ഒരു നനഞ്ഞ സ്പോഞ്ചിലൂടെ ശ്വാസം എടുക്കുന്നൊരവസ്ഥ. ന്യൂമോണിയയിൽ സാധാരണ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിറയലോട് കൂടിയ പനി, കഫത്തോടൊപ്പമുള്ള ചുമ, ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുക, ശക്തമായിട്ടുള്ള ശ്വാസം മുട്ടൽ, അമിതമായിട്ടുള്ള ക്ഷീണം. സാധാരണ പനി നമ്മളോട് പറയൂ വിശ്രമിക്കണം. ന്യൂമോണിയ പനി പറയൂ കിടന്നോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കിടത്തിക്കളയുമെന്ന്. ന്യൂമോണിയ കൂടുതൽ അപകടകരമായി മാറുന്നത് ആർക്കൊക്കെയാണ്? ഒന്ന്, ഒരുപാട് പ്രായമായ വയോധികരിൽ, പ്രമേഹ രോഗികളിൽ, ആസ്തമ COPD ഉള്ളവർ, പുകവലിക്കുന്ന ആൾക്കാർ, പ്രതിരോധ ശക്തി കുറഞ്ഞവർ. ഇവരിൽ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന വാതിലുകൾ പോലെയാണ്, അടച്ച വാതിലുകളല്ല ന്യൂമോണിയക്ക്. ഈ ന്യൂമോണിയ ഉള്ള ഒരാൾക്കാർക്ക് ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണം.
വിശ്രമത്തിലിരിക്കുമ്പോഴും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക. പനി എത്രയായിട്ടും കുറയുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉറക്കം തടസ്സപ്പെടുത്തുന്നു. ചുണ്ടുകൾ, നഖങ്ങൾ അവക്ക് നീല നിറമായി മാറുന്നു. വേഗത്തിലുള്ള ശ്വാസം. ഓക്സിജൻ കുറഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ധനമില്ലാതെ ജനറേറ്റർ ഓടിക്കുന്നത് പോലത്തെ അവസ്ഥയായിരിക്കും. അതാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ന്യൂമോണിയയെക്കുറിച്ച് നമുക്കിടയിൽ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. ന്യൂമോണിയ വയസ്സായവർക്ക് മാത്രമേ വരുള്ളൂ, എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിച്ചാലും കുറഞ്ഞോളും, ചുമ കുറഞ്ഞാൽ രോഗം മാറി. പക്ഷേ സത്യം നമ്മൾ മനസ്സിലാക്കണം, ചുമ കുറയുമ്പോഴും ചിലപ്പോൾ ന്യൂമോണിയ വഷളായേക്കാം. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ അതിനെ കേവലം ഒരു അണുബാധ മാത്രമായിട്ട് കാണരുത് നമ്മൾ. അത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജനും രോഗവും തമ്മിലുള്ളൊരു മത്സരമാണ്. നമ്മൾ വേഗത്തിൽ അതിലിടപെട്ടാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. മോഡ്യൂൾ 2 ലെസൺ 5 ഏവർക്കും സ്വാഗതം. ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും അങ്ങോട്ട് പോവാൻ തയ്യാറാവാത്ത ഒരു ചുമ. എത്ര കാലമായി ഞാൻ ചുമക്കാൻ തുടങ്ങിയിട്ട്? ഉറപ്പാ ഇത് അലർജി തന്നെയാണ്. ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയം എന്നത് വളരെ നിശബ്ദമായി ശാന്തമായി വരുന്നൊരു വാടകക്കാരനെ പോലെയാണ്. പതുക്കെ പതുക്കെ നമ്മൾ വീട്ടിലേക്ക് കയറി വരും, നാളുകളോളം അവിടെ തങ്ങി നിൽക്കും, എന്നിട്ട് അവിടെ നിന്ന് അകത്ത് നിന്ന് അതിനങ്ങ് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താണ് ടി വി? ടി വി ചുമ മറ്റ് ചുമകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? നമ്മൾ ടി വിയെ വൈകിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി എങ്ങനെയാണ് അപകടകരമായി മാറുന്നത്? ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അണുബാധയാണ്. ഇത് പടരുന്നത് വായുവിലൂടെയാണ്. എപ്പോഴൊക്കെ ഈ രോഗമുള്ളവർ ഒന്ന് ചുമക്കുകയാണ്, ഒന്ന് തുമ്മുകയാണ്, ഒന്ന് അടങ്ങിക്കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ടി വി പടരുന്നത് എങ്ങനെയാണ്? അടഞ്ഞ മുറിയിലെ പെർഫ്യൂം പോലെയാണ്. കാണില്ല, പക്ഷെ എല്ലാവർക്കും അത് മണക്കാം. ട്യൂബർക്കുലോസിസ് ക്ഷയത്തിൽ കാണിക്കുന്ന സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 2 മുതൽ 3 ആഴ്ചയിൽ മുകളിലായിട്ട് നിലനിൽക്കുന്ന ചുമ, ഭാരം കുറയുന്ന ഒരു സാഹചര്യം, രാത്രി നല്ല വിയർപ്പ് അനുഭവപ്പെടുക, ഒരു ഇളം കുറഞ്ഞ രീതിയിലുള്ള പനി, കഫത്തിൽ രക്തം, കുറച്ച് വൈകി കാണുന്ന ലക്ഷണമാണത്. ടി വി ഒരിക്കലും ഷൗട്ട് ചെയ്യൂല, അതിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും ഓരോ ദിവസവും. അവസാനത്തേക്ക് അത് നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ ഫുൾ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ടി വി കൂടുതലായി കാണപ്പെടുന്നത് ആർക്കൊക്കെയാണ് ഇത് അപകടകരമാവുന്നത്? പ്രമേഹമുള്ളവർ, പുകവലിക്കുന്നവർ, പോഷകക്കുറവുള്ളവർ, തിരക്കേറിയ ഇടങ്ങളിൽ ഇങ്ങനെ കൂട്ടം കൂടമായി താമസിക്കുന്നവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, വളരെ ബലഹീനമായിട്ടുള്ള വാതിലുകളെയാണ് ടി വി അന്വേഷിക്കുന്നത്, ശക്തമായിട്ടുള്ള പൂട്ടുകളെയല്ല. ക്ഷയം അപകടകരമായി മാറുന്നത് എപ്പോഴൊക്കെയാണ്? ഒന്ന്, രോഗനിർണയം വൈകിപ്പോയാൽ, ചികിത്സ ക്രമരഹിതമായാൽ, ചികിത്സയില്ലാതെ ഇത് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ സാമൂഹികമായി ഇടപെടൽ തുടർന്നു കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഗുരുതരമായിട്ടുള്ള ശ്വാസകോശത്തിനുള്ള നാശം ഉണ്ടാവും. മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. മരുന്നിന് പ്രതിരോധിക്കാൻ പറ്റാത്ത, ചെറുത്തു നിൽക്കാൻ പറ്റാത്ത ഡ്രഗ് റെസിസ്റ്റൻ്റ് ടി ബി ആയിട്ട് ഇത് മാറും. ചികിത്സ പകുതി വഴിയിൽ നിർത്തുന്നത് എന്തൊരുദാഹരണമാണ്? ഒരു അഗ്നിബാധയുണ്ടായി, അതിൻ്റെ പകുതി മാത്രം കെടുത്താതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതേ അവസ്ഥയാണ്. ടി വിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഇപ്പോൾ ടി വി എവിടെയൊന്നും കാണാറില്ല. ടി വി വളരെ പാവപ്പെട്ട ദരിദ്രർക്ക് മാത്രം വരുന്ന രോഗമാണ്. ചുമ മാറിയാൽ ടി ബി മാറിയുന്നു. ടി ബി എന്ന് പറഞ്ഞാൽ സുഖപ്പെടുന്ന രോഗമാണ്, പക്ഷേ ചികിത്സ പൂർണ്ണമായാൽ മാത്രമേ ഇത് ഭേദമാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ക്ഷയം എന്ന് പറഞ്ഞാൽ
പതുക്കെയും നിശബ്ദമായും പടരുന്ന രോഗമാണ്. വേഗത്തിലുള്ള തിരിച്ചറിവ് നിങ്ങളെയും മറ്റുള്ളവരെയും രക്ഷിക്കും. മൊഡ്യൂൾ 2 ലെസൺ 4 സ്വാഗതം. ഡോക്ടറെ, ഞാൻ പ്രത്യേകിച്ച് അധ്വാനിച്ചിട്ടൊന്നുമില്ലല്ലോ. വിശ്രമിച്ചിരിക്കുമ്പോഴും എനിക്ക് വല്ലാത്ത ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു. ഇത് നിശബ്ദമായിട്ടുള്ളൊരു അടിയന്തരാവസ്ഥയാണ്. ഡോക്ടറെ, ഞാൻ ഓടുന്നൊന്നുമില്ലല്ലോ, എന്നാലും എനിക്ക് ശ്വാസമുട്ടാണ്. ഇങ്ങനെ വിശ്രമിക്കിരിക്കുമ്പോൾ വരുന്ന ശ്വാസമുട്ടൽ അടുക്കളയിൽ നിന്ന് ഒരു സാധനവും വേവിക്കാതെ ഇങ്ങനെ ഫയർ അലാറം വരുന്നൊരു സാഹചര്യം. അകത്ത് എന്തോ ഗുരുതരമായൊരു കാര്യം നടക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ച് പഠിക്കാം. വിശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ശ്വാസമുട്ടൽ എന്തുകൊണ്ടാണ് അപകടകരമാവുന്നത്? ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഇത്തരം അവസ്ഥയുണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് നടക്കാതെ കുത്തിയിരിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് അപകടകരമാവുന്നത്? വിശ്രമവേളയിലും ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് ശ്വാസമുട്ടൽ അനുഭവിക്കുക. വെറുതെ ഇരിക്കുമ്പം, കിടക്കുമ്പം, സംസാരിക്കുമ്പോഴൊക്കെ ശ്വാസമുട്ടൽ അനുഭവിക്കുക. സാധാരണഗതിയിൽ നമുക്ക് ശ്വാസമുട്ടൽ എപ്പോൾ ഉണ്ടാകുക? ഒരു വ്യായാമം ചെയ്തതിന് ശേഷം, ചിലപ്പോൾ നമ്മൾ കയറ്റമൊക്കെ കയറി പോവുകയാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പുകളൊക്കെ കയറുകയാണെങ്കിൽ അപ്പോൾ. ഇപ്പോൾ സാധാരണ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു കുന്ന് കയറുമ്പോൾ ഒരു വണ്ടിയുടെ എൻജിൻ പ്രവർത്തിക്കുന്നത് പോലെയാണ്. വിശ്രമ സമയത്തുള്ള ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് തന്നെ എൻജിൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇതുപോലത്തെ അവസ്ഥ വരിക? വളരെ ഗുരുതരമായിട്ടുള്ള ആസ്തമ, COPD വഷളാവുന്ന ഒരു സാഹചര്യം, ന്യൂമോണിയ, ഹൃദയത്തിൻ്റെ പ്രവർത്തനമുള്ള പരാജയം അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ, ശ്വാസകോശത്തിലേക്ക് രക്തക്കട്ട ഉണ്ടാകുന്നൊരു സാഹചര്യം, പൾമണറി എംബോളിസം എന്ന് പറയും. പിന്നെ ഗുരുതരമായിട്ടുള്ള രക്തക്കുറവ്, അനീമിയ. ഹൃദയവും ശ്വാസകോശവും തർക്കിക്കുമ്പം ശ്വാസകോശം ആദ്യം പരാതിപ്പെടും, ഹൃദയം പിന്നെ പിഴയടക്കും. അതാണ് ഇത്തരം ഘട്ടം എന്ന്. ഇനി പറയാൻ പോകുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കേണ്ടതുണ്ട്. ഒന്ന്, നെഞ്ചുവേദന അനുഭവപ്പെടുക, ചുണ്ടുകൾ, നഖങ്ങൾ ഇവക്ക് നീല നിറമാകുക, എന്തെങ്കിലും ആശങ്കകൾ, ഭയമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരിക, വേഗത്തിലുള്ള ശ്വാസം, ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. ഇത് നമ്മുടെ ശരീരം പറയുന്നൊരു സന്ദേശമാണ്. എൻ്റെ ശരീരത്തിൽ ഓക്സിജൻ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ശരീരം പറയുന്ന ഒരു സാഹചര്യം. ഇത്തരം ശ്വാസമുട്ടലുകളെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടി വരുന്നവർക്ക് അതെന്തോ ടെൻഷനായിരിക്കും ഡോക്ടറെ, ആകാംക്ഷ, ഉത്കണ്ഠയായിരിക്കും, അതിനെ കുറിച്ച് കുറച്ച് ആവി അങ്ങ് എടുത്താൽ പോരെ, ഇന്നിപ്പം കുറഞ്ഞോളൂ, നാളെ നോക്കാം. അതിനെക്കുറിച്ചുള്ള സത്യം എന്താ വെച്ചാൽ കാത്തിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും അപകടകരമായിട്ട് ചികിത്സ. ഇത്തരം വിശ്രമാവസ്ഥയിലുള്ള ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ലക്ഷണം മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിലെ വലിയ അടിയന്തരാവസ്ഥയുടെ സൂചനയാണ്. ശ്വാസം ഇങ്ങനെ കിട്ടാൻ കഷ്ടപ്പെടുമ്പം നമ്മുടെ സമയം തന്നെയാണ് അവിടെ ഓക്സിജൻ. നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടത്. മൊഡ്യൂൾ 2 ലെസൺ 6 ഇവർക്കും സ്വാഗതം. ഡോക്ടറെ, വർഷങ്ങളായിട്ട് എനിക്ക് ശ്വാസമുട്ടലാണ്, ഇതൊക്കെ എനിക്ക് നോർമൽ എന്നല്ലേ? പതിയെ പതിയെ നമ്മുടെ ഇന്ധനം തീർന്നു കൊണ്ടുപോകുന്നൊരവസ്ഥ, ശ്വാസത്തിൻ്റെ ഇന്ധനം തീർന്നു പോകുന്നൊരവസ്ഥ. COPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എയർ ഫിൽട്ടർ അടഞ്ഞ കാർ ഓടിക്കുന്നത് പോലെയാണ്. എൻജിൻ ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ ശക്തി പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണ്ടേ. എന്താണ് COPD? എന്തുകൊണ്ടാണ് ഇത് പതുക്കെ പതുക്കെ വഷളാകുന്നത്? എപ്പോഴാണ് ഇത് അടിയന്തരാവസ്ഥയായി മാറുന്നത്? പഠിക്കുക അല്ലേ?
COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ശ്വാസകോശ രോഗമാണിത്. എന്തൊക്കെ സംഭവിക്കുന്നു? നമ്മുടെ ശ്വാസനാളികൾ ഇടുങ്ങിപ്പോവുക, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോവുക, വായു അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുക. എന്തൊക്കെയാണ് ഇതിന് കാണുന്ന പ്രധാന കാരണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിയാണ്. പിന്നെ കുറേ കാലം പുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റുകളോ ആയിട്ടുള്ള എക്സ്പോഷർ ഉണ്ടാവുക. എന്തൊക്കെ ലക്ഷണങ്ങളാണ് COPDയിൽ കാണുന്നത്? ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ചുമ, എന്നും ഇങ്ങനെ കഫം ഉണ്ടാക്കിക്കൊണ്ട് ചുമക്കുമ്പോൾ ഒക്കെ കഫം ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടിരിക്കുക. പിന്നെ പ്രോഗ്രസീവായിട്ട് നമുക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ അനുഭവിച്ചു കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റിന് അണുബാധകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. COPD എന്ന് പറഞ്ഞാൽ നമ്മളെ വാതിൽ പെട്ടെന്ന് മുട്ടിയിട്ട് അടുത്ത് വരുന്ന ഒരാളല്ല, പതുക്കെ കയറി വീട്ടിലെ എല്ലാ കാര്യങ്ങളും അലങ്കോലമാക്കുന്നൊരു അതിഥിയാണ്. എപ്പോഴാണ് വഷളാവുന്നത്? നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റാത്ത നാശം നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പുകവലി ആണിതിന് കാരണം, ഭൂരിഭാഗം പേർക്കും കാരണം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പുക വലിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അണുബാധ ഉണ്ടാവും. അതും ഇത് ഉണ്ടാവുന്ന നാശം വേഗത്തിലാവുക. COPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബക്കറ്റ് പോലെയാണ്. ഈ ചോർച്ച വേണമെങ്കിൽ നമ്മൾ അതായത് വരുന്ന നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അത് കുറക്കാൻ പറ്റും. പക്ഷെ അവഗണിച്ച് കഴിഞ്ഞാലേ നമ്മുടെ ബക്കറ്റ് വേഗം അങ്ങോട്ട് ശൂന്യമാകും. പിന്നെ COPDയിൽ മറ്റൊരവസ്ഥയാണ് COPD എക്സാസർബേഷൻ എന്നുള്ളത്. പെട്ടെന്ന് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് COPD മാറുന്നൊരവസ്ഥ. പെട്ടെന്ന് നമ്മുടെ ശ്വാസമുട്ടൽ അങ്ങോട്ട് കൂടി വരിക, കഫം ഇങ്ങോട്ട് കട്ടിയുള്ളതാവുക, അതിൻ്റെ നിറം മാറുക, പിന്നെ പനി ഉണ്ടാവുക, ഇൻഹേലർ അടിച്ചിട്ടൊന്നും ഒരു കുറവും വരാത്തൊരവസ്ഥ, നമ്മുടെ എൻജിന് പെട്ടെന്ന് തന്നെ കത്തിപ്പോകുന്നൊരവസ്ഥയാണത്. COPDയെക്കുറിച്ചും നമുക്ക് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. വയസ്സാവുമ്പം ശ്വാസമുട്ടൽ ഉണ്ടാകുന്നതൊക്കെ സാധാരണയാണ്. പുകവലിക്കുന്നവർക്ക് മാത്രമേ COPD വരൂ. COPD വന്നാൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. പക്ഷെ സത്യം COPD പൂർണ്ണമായിട്ടും സുഖപ്പെടണമെന്നില്ല. പക്ഷേ ഇതിന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ COPD നമ്മുടെ ശ്വാസത്തെ പതുക്കെ കവർന്നെടുക്കും. പക്ഷെ വേഗം തിരിച്ചറിഞ്ഞാൽ ആ കള്ളനെ നമുക്ക് മന്ദഗതിയിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ശ്വാസം മുട്ടൽ ചിലപ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം കൊണ്ടായിക്കൊള്ളുന്നില്ല, നമ്മുടെ ENT പ്രശ്നങ്ങൾ കൊണ്ടാവാൻ സാധ്യതയുണ്ട്. മോഡ്യൂൾ 2 ലെസൺ 7 നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഡോക്ടറെ, എൻ്റെ ശ്വാസകോശമൊക്കെ ഓക്കെയാണ്, എന്നിട്ടും എനിക്ക് ശ്വാസം ശരിയായി കിട്ടുന്നില്ലല്ലോ. ശ്വാസം എന്നാൽ എന്താണ്? ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെയാണ്. മുകളിലെ പൈപ്പ് അടഞ്ഞാൽ താഴെ വെള്ളം കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ മൂക്കും തൊണ്ടയും എങ്ങനെ ശ്വാസം തടസ്സപ്പെടുത്തുന്നു, സാധാരണയായി കാണുന്ന ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന ENT പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എപ്പോൾ ഇതൊരു അടിയന്തരാവസ്ഥയായി മാറുന്നു, എങ്ങനെയാണ് ENT പ്രശ്നങ്ങൾ ഇതാകുന്നത്, നമ്മളിലേക്ക് വായു കടക്കേണ്ട വഴികൾ ഏതൊക്കെയാണ്, മൂക്ക്, തൊണ്ട, നമ്മുടെ ലാരിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ശബ്ദപ്പെട്ടി, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇടുങ്ങിപ്പോയാൽ അല്ലെങ്കിൽ വീങ്ങിപ്പോയാൽ ശ്വാസകോശം നന്നായാലും ശ്വാസം മുട്ടും. ഒരു ഒതുങ്ങിയ ഒരു ഇങ്ങനെ ചുരുങ്ങിക്കിടക്കുന്ന സ്ട്രോ വഴി ശ്വാസം എടുക്കുന്നത് പോലെയാണിത്. ശ്വാസം മുട്ടലിന് കാരണമാകുന്ന ENT പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗുരുതരമായിട്ടുള്ള മൂക്കടപ്പ്, സൈനസൈറ്റിസ്, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം അല്ലെങ്കിൽ മൂക്കയിലെ അസ്ഥിയുടെ വളവ്, പിന്നെ നമ്മുടെ ടോൺസിൽ വീങ്ങി വരുന്ന ടോൺസിലൈറ്റിസ്, തൊണ്ടയിലെ വീക്കം അല്ലെങ്കിൽ അണുബാധ, മൂക്ക് പണിമുടക്കിയാൽ വായക്ക് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരും, സഡൻ എയർവേ ഒബ്സ്ട്രക്ഷൻ,
പെട്ടെന്നുണ്ടാകുന്ന ഒരു അടിയന്തരാവസ്ഥ. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി. ചിലപ്പോൾ ഈ ഒരു അലർജിയുടെ കാരണമായി പെട്ടെന്ന് വീക്കം വരിക. കുട്ടികളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോറിൻ ബോഡി കുടുങ്ങിപ്പോവുക. ഇത്തരം സമയത്ത് കാണുന്ന അപകട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വളരെ ശക്തമായ ശബ്ദത്തോടെയുള്ള ശ്വാസം മുട്ടൽ, സ്ട്രൈഡർ എന്ന് പറയും. സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഒരു പാനിക് ആവുന്ന, ഒരു ചോക്കിംഗ് ആവുന്നൊരു ഫീലിങ്. ഒരു വീടിൻ്റെ മെയിൻ ഗേറ്റ് അടച്ചിട്ടൊരവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ എയർവേയിലുണ്ടാകുന്ന തടസ്സം കൊണ്ടുണ്ടാകുന്നത്. അപ്പം ശ്വാസമുട്ടൽ എല്ലായ്പ്പോഴും ശ്വാസകോശത്തിൽ നിന്നാവണമെന്നില്ല. ചിലപ്പോൾ പ്രശ്നം മുറിയിലായിരിക്കില്ല, വാതിലിലായിരിക്കും. മോഡ്യൂൾ 2 ലെസൺ 8 നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ശ്വാസവഴി തടസ്സപ്പെട്ടിട്ട് വല്ല ശ്വാസം മുട്ടിയിട്ട് ചോക്കിംഗ് അവസ്ഥ, സെക്കൻഡുകൾ വിലപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യം. നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഓക്സിജൻ മൊത്തം വിത്ഡ്രോ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതുപോലെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടോ മറ്റോ ആയിട്ട് ഈ എയർവേ, നമ്മുടെ ശ്വാസനാളം അങ്ങോട്ട് തടസ്സപ്പെട്ടിട്ട് ഉള്ളിലോട്ട് വായു ഒട്ടും എത്താത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. നിമിഷങ്ങൾ ഏറ്റവും മൂല്യവർത്തായി മാറുന്നൊരു സമയമാണത്. ഡോക്ടർ എല്ലാം പെട്ടെന്നായിരുന്നു. ആ ഒരു നിമിഷം മുമ്പ് എല്ലാം ഓക്കെ ആയിരുന്നു. ശ്വാസവഴി തടസ്സം, ഓക്സിജൻ്റെ പ്ലഗ് പെട്ടെന്ന് പിഴുതെടുക്കുന്നത് പോലെയാണത്. മുന്നറിയിപ്പില്ല, കാത്തിരിക്കാനാവില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ ശ്വാസമുട്ടൽ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ചും പൂർണ്ണവും ഭാഗ്യവുമായ തടസ്സം എന്താണെന്നതിനെക്കുറിച്ചും പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതായി മാറുന്നത്? ഈ എയർവേ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ വഴി തടസ്സം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ ഭക്ഷണം തൊണ്ടയിലോ മറ്റെവിടെയെങ്കിലും കുടുങ്ങിയിട്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഫോറിൻ ബോഡീസ്, വിദേശ വസ്തുക്കൾ. പിന്നെ അവിടെ നീർവീക്കം വന്നിട്ട് ശ്വാസകോശത്തിലേക്ക് വായു പോകുന്നത് തടസ്സപ്പെടുക. ഒരു ഫാക്ടറിയിലേക്കുള്ള പ്രധാന വാതിൽ അടിച്ചിട്ടതുപോലെ അത് അകത്തുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, എല്ലാം നിശ്ചലമാക്കുന്നൊരു സാഹചര്യം. ഈ ശ്വാസ വഴിയുടെ ഭാഗിക തടസ്സവും പൂർണ്ണ തടസ്സവും വ്യത്യാസം എന്താ? ഒരു ഭാഗിക തടസ്സമാണെങ്കിൽ ആ ഒരാൾക്ക് ശക്തമായിട്ട് ചുമക്കാൻ കഴിയും. കാറ്റ് കുറച്ചെങ്കിലും വായു ഉള്ളിലേക്ക് കിടക്കും. ശബ്ദമുള്ളൊരു ശ്വാസം അനുഭവിക്കും. ശക്തമായിട്ട് ചുമക്കുകയാണെങ്കിൽ അവിടെ വല്ലാണ്ട് ഇടപെടേണ്ടതില്ല. പൂർണ്ണ തടസ്സം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? സംസാരിക്കാനേ കഴിയില്ല, ചുമയുണ്ടാവില്ല, വളരെ പാനിക്കായിട്ടുള്ള ഒരു ഭാവമായിരിക്കും, ചോക്കിങ്ങിൻ്റെ ഒരു ഭാവമായിരിക്കും അവരിലുണ്ടാവുക. ശ്വാസം ഇങ്ങനെ വല്ലാണ്ട് മുട്ടുന്നൊരു സാഹചര്യത്തിൽ നിശബ്ദത സമാധാനമല്ല, മറിച്ച് അപകടകരമാണ്. കൂടുതൽ അപകട സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ്? പ്രത്യേകിച്ച് കുട്ടികൾ, ചെറിയ ചെറിയ വസ്തുക്കൾ അല്ലെങ്കിൽ നാണയങ്ങൾ, ഇതൊക്കെ അവർ വല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വയോധികരായ ആൾക്കാർ, പല്ല് സെറ്റ് വീങ്ങുക തുടങ്ങിയ പ്രശ്നങ്ങൾ, മദ്യലഹരിയിലുള്ള ആൾക്കാർക്ക്, ചില നാഡീരോഗങ്ങളുള്ളവർ, ശ്വാസം മുട്ടലിന് ഇതൊക്കെ എന്താണ്? സ്ലിപ്പറി നിലങ്ങൾ പോലെയാണ്. ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ സഹായം എത്തേണ്ടതാണ്. എന്ന് സംസാരിക്കാൻ കഴിയാതെ പോവുക, ശരീരത്തിലൊക്കെ നീല നിറം പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം, ബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഈ ബോധം നഷ്ടപ്പെടുന്ന ശരീരം പറയുന്നൊരു വലിയൊരു സന്ദേശമാണ്. എന്നിൽ ഓക്സിജൻ തീർന്നു എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ ശ്വാസ തടസ്സം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ തടസ്സമുണ്ടാകുന്ന നാടകീയമല്ല, മരണകാരണമായ ഒരു നിശബ്ദതയാണത്. വേഗം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. വെൽക്കം. മോഡ്യൂൾ 2 ലെസൺ 9 നമ്മൾ. നെഞ്ചിന് പരിക്കേൽക്കുക അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ. നമുക്ക് നെഞ്ചിനുണ്ടാകുന്നൊരു ചെസ്റ്റ് ട്രോമ നമ്മുടെ ഓക്സിജൻ കവർന്നെടുക്കുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ഡോക്ടറെ, വീഴ്ച വളരെ ചെറുതായിരുന്നു, പക്ഷേ ശ്വാസം എടുക്കുമ്പോൾ ശക്തമായുള്ള വേദന അനുഭവപ്പെടുന്നു. നെഞ്ചിനുണ്ടാകുന്ന ചെസ്റ്റ് ട്രോമ, പരിക്ക്, നമ്മുടെ അടുപ്പിലെ കാറ്റടിക്കുന്ന ഉപകരണം തകരുന്നത് പോലെയാണ്. തീ ഉണ്ട്, പക്ഷെ കാറ്റ് പോകുന്നില്ല.
അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഞ്ചിൻ്റെ പരിക്ക് എങ്ങനെ ശ്വാസത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഏത് പരിക്കുകളാണ് അപകടകരമാവുന്നത് എന്നതാണ്. എപ്പോഴാണ് വേദന ഒരു മുന്നറിയിപ്പാകുന്നു. ചെസ്റ്റ് ട്രോമ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ പരിക്ക്, വാരിയെല്ലുകൾക്ക് പരിക്കേൽക്കുക, നെഞ്ചിലെ പേശികൾ തടരുക, ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാവുക, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന പ്ലൂറ എന്നിവയ്ക്ക് ക്ഷതമേൽക്കുക. എന്തൊക്കെയാണ് ഇതിന് പറ്റുന്ന സാധാരണ കാരണങ്ങൾ? ഒന്ന് വാഹനാപകടങ്ങൾ, എന്തെങ്കിലും വീഴ്ചകൾ, ചിലപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ, അസോൾട്ട്. എപ്പോഴാണ് നെഞ്ചിന് പരിക്കേറ്റാൽ അത് ശ്വാസകോശത്തിന് അപകടമാവുന്നത്? നമുക്കറിയാം, നമുക്കൊരു ശ്വാസപ്രക്രിയ അവിടെ നടക്കണമെങ്കിൽ നെഞ്ച് വികസിക്കണം, ശ്വാസകോശത്തിലേക്ക് എയർ നിറയണം. നെഞ്ച് പരിക്കുണ്ടാവുമ്പോൾ ശ്വാസം ചെറുതാവുന്നു, ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നു, അതിന് ക്ഷതമേൽക്കുന്നു. കുരുങ്ങിയ വാതിൽ മുഴുവനായി തുറക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത്. അപകടകരമായിട്ടുള്ള ചില നെഞ്ചിനേൽക്കുന്ന പരിക്കുകൾ എന്തൊക്കെയാണ്? ഒന്നിലധികം വാരിയെല്ലുകൾ പൊട്ടിപ്പോവുക, നെഞ്ചിലേക്ക് കാറ്റ് ചോർച്ച ഉണ്ടാകുക അല്ലെങ്കിൽ ന്യൂമോതൊറാക്സ്, നെഞ്ചിലേക്ക് രക്തം സ്രാവം ഉണ്ടാകുക അല്ലെങ്കിൽ ഹീമോതൊറാക്സ്. അത്തരം ഘട്ടത്തിൽ കാണിക്കുന്ന അപകട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഗുരുതരമായിട്ടുള്ള ശ്വാസമുട്ടൽ ഉണ്ടാവുക, ശ്വാസം എടുക്കും തോറും കൂടിക്കൂടി വരുന്ന നെഞ്ചുവേദന, നെഞ്ചിൻ്റെ ഒരു ഭാഗം മാത്രം ചലിക്കുന്ന ഒരു സാഹചര്യം, ഒരു ശ്വാസകോശത്തിന് സ്ട്രൈക്ക് വന്നാൽ മറ്റേതിന് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും. എപ്പോഴാണ് നെഞ്ചുവേദന അപകടകരമാവുന്നത്? ശ്വാസം വേഗത്തിലും ചെറുതായും മാറുമ്പോൾ, ആഴത്തിൽ ശ്വാസം എടുക്കുന്നത് ഒഴിവാക്കുമ്പോൾ, പരിക്ക് കഴിഞ്ഞ് പനി വരുമ്പോൾ, കാറിലെ ചെക്ക് എൻജിൻ ലൈറ്റ് പോലെയാണത്. അവഗണിച്ചാൽ നാശം കൂടും. ചുരുക്കി പറഞ്ഞാൽ നെഞ്ചിനേൽക്കുന്ന പരിക്ക് എല്ലായ്പ്പോഴും ഭീകരമായി തോന്നണമെന്നില്ല. പക്ഷേ പരിക്കിന് ശേഷം ശ്വാസം മുട്ടൽ ഒരിക്കലും സാധാരണയല്ല. ഓക്സിജൻ അടിയന്തരാവസ്ഥകൾ എപ്പോഴാണ് നമ്മൾ ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടത്? മോഡ്യൂൾ 2 ലെസൺ 10 ആണ്. ഡോക്ടറെ, അമ്മയ്ക്ക് ഓക്സിജൻ്റെ അളവ് കുറവാണ്, പക്ഷെ നന്നായി സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ നെറ്റ്വർക്ക് സിഗ്നൽ പോലെയാണ്. ഒരു ബാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കും, പക്ഷെ കുറച്ചുകൂടി താഴ്ന്നാൽ കോൾ പെട്ടെന്ന് കട്ടായി പോകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓക്സിജൻ ലെവൽ എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണ്, ഓക്സിജൻ കുറയുമ്പോൾ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ഈ കാത്തിരിപ്പ് എപ്പോഴാണ് നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്സിജൻ അടിയന്തരാവസ്ഥ നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതിരിക്കുമ്പോൾ, പ്രധാനപ്പെട്ട അവയവങ്ങൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ. സാധാരണഗതിയിൽ നമുക്ക് എത്ര ഓക്സിജൻ വേണം? 95 തൊട്ട് 100% വരെ വേണം. അപകടമേല എന്ന് പറഞ്ഞാൽ 92% താഴെയാണ്. ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞാൽ 88% താഴെയാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ധനമാണ്. അത് കേവലം ഒരു ആഡംബരമല്ല. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറയുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആദ്യം കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേഗത്തിലുള്ള ശ്വാസം വരിക, അസ്വസ്ഥതകൾ, ഉത്കണ്ഠകൾ, വൈകി കാണിക്കുന്ന ലക്ഷണങ്ങൾ ആശയക്കുഴപ്പമുണ്ടാകുക, ചുണ്ടുകളും നഖങ്ങളിലൊക്കെ നീലനിറം, ഉറക്കം നഷ്ടപ്പെടുക, ബോധം നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകാൻ കാരണമാകുന്ന സാധാരണ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗുരുതരമായിട്ടുള്ള ന്യൂമോണിയ, ആസ്തമ അല്ലെങ്കിൽ COPD വഷളാകുക, ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ പരാജയം ഉണ്ടാകുന്നൊരവസ്ഥ, ശ്വാസകോശത്തിലെ രക്തക്കട്ട, പൾമണറി എംബോളിസം, പിന്നെ ഗുരുതരമായിട്ടുള്ള രക്തക്കുറവ്. കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഫലം ഒന്നാണ്, ഓക്സിജൻ പ്രതിസന്ധി. ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. മൂപ്പര് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഓക്സിജനൊക്കെ ഓക്കെ ആവും. ഞാനൊന്ന് ആവി പിടിച്ചാൽ ഓക്സിജൻ കൂടും, കുറച്ച് നേരം കൂടി നോക്കാം. ഓക്സിജൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിശബ്ദമായി വരാം. ഒരു സിനിമ ബഫറിംഗ് അല്ല, ഇത് ജീവിതത്തിൻ്റെ ലോഡിംഗ് ഫെയിലിയറാണ്. പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് ചെന്നെത്തിക്കേണ്ടതാണ്.
ഒരുപാട് ലക്ഷണങ്ങളോടൊപ്പം ഓക്സിജൻ്റെ അളവ് 92% താഴെ പോവുക, വിശ്രമവേളയിലും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, നെഞ്ചുവേദന, ആശയക്കുഴപ്പം, നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീല നിറം പ്രത്യക്ഷപ്പെടുക, ഓക്സിജൻ ഉപകരണം സഹായിക്കാതിരിക്കുക. ഇതൊരു കാത്തിരിപ്പിന് വേണ്ടിയുള്ള സമയമല്ല, പെട്ടെന്ന് തന്നെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടേണ്ട സമയമാണ്. ശ്വാസത്തിൻ്റെ പ്രോബങ്ങൾ നമ്മോട് ഷൗട്ട് ചെയ്യും. ഓക്സിജൻ്റെ കുറവ്, നമ്മുടെ ശരീരം തകരുന്നതിന് മുമ്പ് നിശബ്ദമായി മുന്നറിയിപ്പ് നൽകും. സംശയമുണ്ടെങ്കിൽ കാത്തിരിക്കരുത്.